അങ്ങനെ ഒരു ഓണക്കാലവും കൂടെ വരവായില്ലേ. അതെ, ഞാനിന്ന് പറയാൻ പോകുന്ന ഓണത്തെക്കുറിച്ചാണ്. നമ്മുടെ ബാല്യവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഓർമ്മകൾ നിലനിൽക്കുന്ന ഓണത്തെക്കുറിച്ച്. പണ്ട് സ്കൂൾ അടച്ചു കഴിഞ്ഞാൽ ഞാനും എൻ്റെ അനിയനും കൂടെ വീട്ടിലേക്ക് സന്തോഷത്തോടെ ഒരു ഓട്ടമായിരിക്കും. ചേട്ടനും ചേച്ചിയും എല്ലാം വീട്ടിൽ കാണും. ഞാനും ചേട്ടനും കൂടെ അത്തം ഒന്ന് തുടങ്ങിയാൽ തന്നെ അയ്യത്തേക്ക് ഇറങ്ങും തുമ്പപ്പൂ കളക്ട് ചെയ്യാൻ വേണ്ടി. ഈ തുമ്പപ്പൂ നമുക്ക് തിരുവോണത്തിൻ്റെ അന്ന് പൂക്കളം ഇടുമ്പോൾ സെൻറ്ററിൽ വെക്കാം. എന്നിട്ട് ഞങ്ങൾ അന്നത്തെ ദിവസം അത്തം ഒന്ന് മുതൽ തന്നെ പൂക്കളം ഇടും, ഞാനും ചേച്ചിയും കൂടെ. ഈ പൂക്കളമൊക്കെ ഇട്ടതിന് ശേഷം രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ ബാലരമ വയ്ക്കാൻ വേണ്ടി പോകും. അന്നത്തെ ഓണമായിട്ട് ബന്ധപ്പെട്ട് സ്പെഷ്യൽ എഡിഷൻ ബാലരമ ഇറക്കും. ഈ ബാലരമയൊക്കെ വായിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ ഊഞ്ഞാലാടാൻ വേണ്ടി പോകും. കാര്യം അറിയാം, ഓണ സമയമാകുമ്പോൾ തന്നെ എല്ലാ വീടുകളിലും ഊഞ്ഞാലിടും. ഊഞ്ഞാലാട്ടം എന്ന് പറയുന്ന ആ സമയത്ത് ഒരു ഓളമായിരുന്നു. ഇന്ന് മൊബൈലും അല്ലെങ്കിൽ അന്നത്തെ എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പലരും ഇതൊക്കെ തന്നെ ആരും എൻഗേജ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായി. ഈ ഊഞ്ഞാലാടിയതിന് ശേഷം ഞങ്ങൾ നേരെ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി പോകും. പ്ലാസ്റ്റിക് ബാറ്റും ബോളും കൊണ്ടൊക്കെ ഉണ്ടാക്കിയത്. ഈ ക്രിക്കറ്റ് കളി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നെയും ഊഞ്ഞാലാടാൻ വേണ്ടി വരും. സെക്കൻഡ് റൗണ്ട് ഓഫ് ഊഞ്ഞാലാട്ടം. ഈ ഊഞ്ഞാലാടിയതിന് ശേഷം ഞങ്ങൾ നേരെ വന്ന് സദ്യ കഴിക്കും. സദ്യയൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ചേച്ചിയുടെ ഡാൻസ് ഉണ്ട്. ഞങ്ങൾ തന്നെ ഒരു യൂത്ത് ഫെസ്റ്റിവൽ മോഡ് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ചേച്ചി അവിടെ ഡാൻസ് കളിക്കും, ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കും. അതിനുശേഷം ഞങ്ങൾ ചോറും കൂട്ടാനും കറികളും ഒക്കെ വെക്കുന്നൊരു സെറ്റപ്പ് ഉണ്ട്. മണ്ണ് വെച്ചും അതടങ്ങുന്ന ഇലകൾ വെച്ച് വെച്ചൊക്കെ. ഇതൊക്കെ ശേഷം ഇങ്ങനെയായിരുന്നു നമ്മുടെ ഒരു ഓണം സെറ്റപ്പ് എന്ന് പറയുന്നത്. എല്ലാ ദിവസവും അത്തം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഇതൊക്കെ തന്നെയായിരിക്കും. അതേസമയം ഉത്രാടമാകുന്ന സമയത്ത് സദ്യയൊക്കെ കഴിച്ചതിന് ശേഷം ഞാനും അച്ഛനും അമ്മയും അനിയനും എല്ലാം കൂടെ അമ്മയുടെ വീട്ടിലേക്ക് പോകും, മുത്തശ്ശനെയും കാണാൻ വേണ്ടി. അവിടെ ചെന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകും. കാര്യം പിറ്റേ ദിവസം തിരുവോണമാണല്ലോ. എന്നിട്ട് ഡ്രസ്സൊക്കെ എടുത്തിട്ട് വീട്ടിൽ വന്നതിന് ശേഷം തിരുവോണം സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പുത്തൻ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടായിരിക്കും. അതിനുശേഷം ഞങ്ങൾ ഈ പറഞ്ഞ കണക്ക് തന്നെ രാവിലെ തന്നെ ഞങ്ങളെല്ലാവരും കൂടെ പൂക്കളം ഇടും. നേരത്തെ നമ്മളിപ്പോൾ തുമ്പപ്പൂ കളക്ട് ചെയ്ത് വെച്ചിരുന്ന അതെല്ലാം കൂടെ ഇട്ടിട്ട് വലിയ പൂക്കളം ഇടും. പൂക്കളം ഇട്ടതിന് ശേഷം ഞങ്ങൾ രാവിലെ ഓണത്തപ്പനെ കാത്തിരിക്കും. ഓണക്കളിയും അല്ലെങ്കിൽ പുലിയും വേട്ടക്കാരനെയൊക്കെ ഇതൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ ഈ പറഞ്ഞ കണക്ക് തന്നെ നേരെ പോയി സദ്യ കഴിക്കും. ഓണസദ്യ കിങ്കേമമായിട്ടുള്ള സദ്യ. ഈ സദ്യ കഴിപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ പിന്നെയും ഊഞ്ഞാലാടും. കാര്യം ഓണം തീരാൻ പോവുകയാണല്ലോ. പിന്നെ ഒരു മേളമായിരിക്കും. ഊഞ്ഞാലാടുന്നു, ഡാൻസ് കളിക്കുന്നു, പാട്ട് ബഹളം. അതിനൊക്കെ ശേഷം ഒരു വൈകുന്നേരം ആകുമ്പോൾ തന്നെ ഞങ്ങൾ പൊട്ടാസ് തോക്ക് വാങ്ങും. പൊട്ടാസ് തോക്ക് വാങ്ങിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പൊട്ടിക്കും. ഇതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ തന്നെ രാത്രി ആകുമ്പോൾ തന്നെ ഒന്ന് ഒതുങ്ങുമ്പോൾ തന്നെ നമ്മൾ നേരെ ഓണം സ്പെഷ്യലായിട്ടുള്ള സിനിമകൾ ടി വിയിൽ കാണും. സൂര്യയിലും ഏഷ്യാനെറ്റിലുള്ള ഇതെല്ലാം കൂടെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കാണും. കളിയും ചിരി തമാശയായിട്ടൊക്കെ. ഇതായിരുന്നു ഞങ്ങളുടെ ഓണക്കാലത്തെ ഓർമ്മകളെന്ന് പറയുന്നത്. അതിനുശേഷം പിന്നെ ഓണം കഴിഞ്ഞ് പിന്നെ നേരെ സ്കൂളിലേക്ക് പോകുമ്പം വിഷമമൊന്നും കാണത്തില്ല. കാര്യം ഓണവിശേഷങ്ങൾ സുഹൃത്തുക്കളെടുത്ത് പറയാനും അവരുടെ ഓണവിശേഷങ്ങൾ നമുക്ക് കേൾക്കാനുമുള്ള ത്രില്ലിലായിരിക്കും. ഇതായിരുന്നു എൻ്റെ ഒരു ഓണക്കാലം എന്ന് പറയുന്നത്. ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച് ഒരുപാട് മനോഹരമായ ദിവസങ്ങളുള്ള ഒരു കാലമായിരുന്നു ഓണക്കാലം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെയും ഒരു ഓണം വരാൻ പോകുമെന്ന് അറിയുമ്പോൾ തന്നെ ഞാൻ ത്രില്ലിലാണ്. ഈ ഒരു ഓണക്കാലത്ത് എന്തെല്ലാം ഓർമ്മകളാണ് മനസ്സിൽ വരാൻ പോകുന്നതെന്ന് ആലോചിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും നല്ലൊരു ഓണമായിരിക്കട്ടെ. ഒരുപാട് ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരു ഓണമായിരിക്കട്ടെ. ഒരുപാട് സുഖ സൗകര്യങ്ങൾ സമ്മാനിക്കുന്ന ഒരു ഓണമായിരിക്കട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസ.